ഞങ്ങളുടെ പ്രിയപ്പെട്ട സിർലച്ചൻ ഇന്നലെ വൈകുന്നേരം 5:12 മരിക്കുന്നത്. മരിച്ചു എന്ന് പറയാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇന്നലെ വൈകുന്നേരം 5:12 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധൻ ജനിക്കുകയായിരുന്നു. ആ നേരം വരെ മുതൽ ഈ നേരം വരെ ഒത്തിരിയേറെ പേര് പല സാക്ഷ്യങ്ങളുമായിട്ട് എന്നെ വിളിക്കുകയും അവരുടെ ജീവിതത്തിൽ സിറിൾ ചെയ്ത പ്രാർത്ഥനാ കാര്യങ്ങളും മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് അവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നൊരു കാര്യമുള്ളൂ. അവസാനം അവർ പറയുന്നു സിർലച്ചൻ വിശുദ്ധനായിരുന്നു. ഞങ്ങളുടെ സിർലച്ചൻ ജീവിച്ച എല്ലാ സമൂഹങ്ങളിലും പരിചയപ്പെട്ട എല്ലാ വ്യക്തികൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിലുമൊക്കെ അദ്ദേഹം എപ്പോഴും കീപ്പ് ചെയ്ത ഒരു ഹൃദ്യതയും ഒരു ആഴവുമൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കൽ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാത്ത ഒരു ധന്യനായ മനുഷ്യൻ. 37 വർഷം കൊണ്ട് ഒരു 80 വയസ്സിൻ്റെ പക്വത അദ്ദേഹം നേടിയെടുത്തു. അതുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ഉറപ്പോടെ ഞങ്ങളെല്ലാവരും പറയും, ഞങ്ങളുടെ സിറിൽ ശരിക്കും ഒരു വിശുദ്ധനായിരുന്നു. ഇന്നോളം അസുഖമായിരുന്ന ഈ ഏകദേശം 1 വർഷക്കാലം ഇന്നോളം ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല, ഒരാവശ്യങ്ങളും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനുണ്ടായിരുന്ന വേദന മുഴുവൻ അദ്ദേഹത്തിൻ്റെ രോഗം കാരണം സഭയിലെ സമൂഹ അംഗങ്ങളും കഷ്ടപ്പെടുന്നല്ലോ, വേദനിക്കുന്നല്ലോ, അനാവശ്യമായിട്ട് പണം ചിലവഴിക്കുന്നല്ലോ. ഒരിക്കൽ സിറിലിനോട് ചോദിച്ചു, അച്ഛാ ഞാൻ ഈശോയോട് ചോദിച്ചിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാലോ? ഞാൻ ചോദിച്ചു, അതിനെന്തിനാ? അല്ല അച്ഛാ, ആവശ്യമില്ലാതെ ഞാൻ കാരണം സഭയുടെ എന്തേരം പൈസയാണ് പോകുന്നത്. അത് വെറുതെ പറഞ്ഞതല്ല. സിറിൽ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ സാഹോദര്യമെന്ന് പറയുന്ന ഒരു ഭാവം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയേറെ പേര് സിറിലിനെക്കുറിച്ച് പറയുന്നതും സംസാരിക്കുന്നതും സിറിലിനെ ഇഷ്ടപ്പെടുന്നതും. ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങളുടെ കുണ്ടായത്തോട് ആശ്രമത്തിലായിരുന്നു. അണമുറിയാത്ത ജനപ്രവാഹം എന്നൊക്കെ പറയുന്നത് സത്യമായിരുന്നു. സിറിലിൻ്റെ കാര്യത്തിൽ വരുന്നവരൊക്കെ കരഞ്ഞാണ് തിരിച്ചു പോകുന്നത്. എന്തുകൊണ്ട് ഒരു പാവം സന്യാസി പരിചയപ്പെട്ട എല്ലാ മനുഷ്യരുടെയും കണ്ണുകളിൽ ഇന്ന് ഒരു കണ്ണുനീർ തുള്ളിയായിട്ട് ബാക്കി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് എനിക്കുത്തരമൊന്നുമില്ല. അത് കാലം ചരിത്രമായി പറഞ്ഞു തരേണ്ട ഉത്തരമാണ്. അത് ചരിത്രത്തിന് വിടുന്നു. ഞങ്ങൾ സഹോദരങ്ങൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിൻസെൻ്റ് അച്ഛൻ സാക്ഷ്യപ്പെടുത്തിയതുപോലെ അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു. പല വിശുദ്ധരെയും നമ്മൾ മനസ്സിലാക്കുന്നത് മരണത്തിന് ശേഷമാണ്. ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ പലരും അത് മനസ്സിലാക്കിയിട്ടില്ല. അതങ്ങനെയാണല്ലോ. ഈശോയുടെ കാര്യത്തിൽ മുതൽ എടുത്തു കഴിഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ആരാണ് ഒരു മനുഷ്യനെ വിശുദ്ധനായിട്ട് പരിഗണിച്ചിട്ടുണ്ടാവുക, കരുതിയിട്ടുണ്ടാവുക? സിറിൽ ഞങ്ങളിൽ നിന്നും കടന്നുപോയ ആ നിമിഷം ഞങ്ങളൊക്കെ ഓർക്കുന്നു. കുറേ കൂടി സിറിനോടൊപ്പം ആയിരിക്കാമായിരുന്നു. കുറേ കൂടെ ഞങ്ങളുടെ സമയം സിറിലുമായിട്ട് ഷെയർ ചെയ്യാമായിരുന്നു. കുറേ കൂടി സിറിലിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാമായിരുന്നു. കുറേ കൂടി സിറിലിനെ സ്നേഹിക്കാൻ സാധിക്കുമായിരുന്നു. സിറിലിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു വലിയ മനുഷ്യൻ്റെ കടന്നുപോക്കലിലാണ് ഒരു വലിയ നഷ്ടത്തെ ഓർത്ത് ഞങ്ങളൊക്കെ വിലപിക്കുന്നത്. ഇത്രയുമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ എളിയ സഹോദരനെക്കുറിച്ച് പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഒരു വലിയ നഷ്ടം, പക്ഷേ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആദ്യത്തെ രക്തസാക്ഷികൾ കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നമുക്ക് ഇന്ന് കുറേ സഹോദരന്മാരുണ്ട് എന്ന് പറഞ്ഞ അതേ വാക്ക് ഞാൻ കടമെടുക്കുന്നു. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിറിലിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയ സഹോദര, ദൈവത്തോടൊപ്പമായിരിക്കുക. ദൈവത്തിൻ്റെ നിത്യമായ ശാന്തിയിലും സമാധാനത്തിലും ആയിരിക്കുമ്പോൾ ഞങ്ങളെ കൂടി ഓർക്കുക. സിർലച്ചനെ ഹോസ്പിറ്റലിലായിരുന്ന സമയം, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സിർലച്ചൻ ICUലായിരുന്നപ്പോൾ ഞാൻ സിർലച്ചനെ ഒരു ദിവസം സന്ദർശിക്കുവാനായിട്ട് കയറി. അപ്പം സിർലച്ചൻ എന്നോട് ചോദിച്ചു, അച്ഛാ ശുദ്ധീകരണ സ്ഥലം എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞ സിറിലെ നമ്മളൊക്കെ പഠിച്ചേക്കുന്നതല്ലേ. അപ്പം സിറിൽ പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കുമോ എന്നറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മരിച്ചുപോയി. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെ അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്നാ സിറിലെ? അപ്പോൾ സിറിൽ ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, എനിക്ക് കിട്ടിയ ബോധ്യമനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കുന്നുവോ ആ ഒരു വ്യക്തിയുടെ കൈപിടിച്ച് നമ്മൾ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നടക്കുകയാണ്. നടന്ന് അങ്ങ് പോയി കഴിയുമ്പോൾ
പെട്ടെന്ന് നമുക്ക് ആ കൈ അങ്ങ് നഷ്ടപ്പെടുന്നു. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ അച്ഛാ, വേദന, ഒറ്റപ്പെടൽ, നിരാശ, ഭയം, അതിലൂടെ ഞാൻ ശരിക്കും കടന്നുപോയച്ചാ. ഒരു നിമിഷം എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി. എന്നിട്ട് ഞാനങ്ങ് ആ ഒരു മോമെൻറ്റിനെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം കഠിനമായിട്ടുള്ള ഒറ്റപ്പെടലിലൂടെ ഞാൻ കടന്നുപോയി. അതങ്ങോട്ട് കുറച്ച് സമയം അങ്ങനെ മുന്നോട്ട് പോയി. പെട്ടെന്ന് ആ കൈ എന്നെ ഇങ്ങനെ വീണ്ടും എൻ്റെ കയ്യിലോട്ട് ചേർത്ത് മുറുക്കെ പിടിച്ചു. അച്ഛാ, അപ്പം ഞാൻ അനുഭവിച്ച ഒരു സന്തോഷമുണ്ടല്ലോ അച്ഛാ, ആ ഒരു സന്തോഷത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ആ ഒരു സന്തോഷത്തെ വിട്ട് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് ബോധം വന്നു, ഞാൻ തിരിച്ച് ഈ ശരീരത്തിൽ വീണ്ടും കയറി. അച്ഛാ, അതാണ് ശുദ്ധീകരണ സ്ഥലം. അതിനുശേഷം ഞാൻ അനുഭവിച്ച ആ സന്തോഷം, അതാ അച്ഛാ ശരിക്കും സ്വർഗ്ഗാനുഭവം. ഒരുപക്ഷേ സിറിലിപ്പോൾ ആയിരിക്കുന്നത് ആ ഒരു അനുഭവത്തിലായിരിക്കും. ആ ഒരു അനുഭവത്തിൻ്റെ മധുരം പകർന്നു തരാനായിട്ട് ഒരുപക്ഷേ സിറിലിൻ്റെ ആ രോഗാവസ്ഥയിൽ ഒരു ഏകദേശം 1 വർഷക്കാലം സിറിലിനെ ദൈവം ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ചു. സമയം പൂർത്തിയായി. സിറിലിൻ്റെ ലക്ഷ്യം നേടിയെടുത്തു. ആ സന്തോഷത്തിൽ സിറിലായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.